السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. റൗളത്തുൽ ഇൽമിലെ ബഹുമാനരായ പണ്ഡിത സഹോദരങ്ങൾ, ഖതീബുമാർ ശ്രദ്ധിക്കേണ്ട ചില സുന്നത്തുകളും മര്യാദകളും, അതുപോലെ തന്നെ ഖുതുബയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും, ഇതിനെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ പഠനമാണ്. പൊതുവെ എല്ലാവർക്കും സുന്നത്തുള്ള കാര്യമാണ് വസ്ത്രധാരണ നന്നായിരിക്കുക എന്നുള്ളത്. വയുസന്നു ലുബ്സുൽ ഖമീസി വൽ ഇസാരി വൽ ഇമാമത്തി വത്തൈലസാനി ഫിസ്സലാത്തി വഗൈരിഹ. നീളക്കുപ്പായം, അതിനടിയിലൊരു വസ്ത്രം, തലേക്കെട്ട്, തൈലസാൻ, ഇവയൊക്കെ ധരിക്കൽ സുന്നത്താണ് നിസ്കാരത്തിലും നിസ്കാരമല്ലാത്തപ്പോഴും. ഇല്ലാഫി ഹാലിൻ നൗമി വ നഹ്വിഹി, ഉറങ്ങുന്ന സമയത്തും അതുപോലെ ചില സന്ദർഭങ്ങളിൽ റൂമുകളൊക്കെ അടിച്ചു വാരുകയാണെങ്കിൽ, അതുപോലെ ഏതെങ്കിലും ഈ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റാത്ത ചില പ്രവർത്തനങ്ങളിലാവുമ്പോൾ, അല്ലാത്ത സമയത്തൊക്കെ ഈ രീതിയിലുള്ള ഒരു വസ്ത്രധാരണം സുന്നത്തുണ്ട്. നഅം യഖ്തസു തൈലസാനു ഗാലിബൻ, മിക്കപ്പോഴും തൈലസാൻ പ്രത്യേകമാകല് ബി അഹ്ലിൽ ഫളിൽ മിനൽ ഉലമായി വറുഅസായി, പണ്ഡിതന്മാർ, നേതാക്കൾ അടങ്ങുന്ന ഒരു ശ്രേഷ്ഠതന്റെ അഹ്ലുകാരെ കൊണ്ടാണ്. തൈലസാൻ എന്നതിന്റെ, അതുപോലെ റിദാ എന്നതിന്റെയൊക്കെ വിശദീകരണം ശേഷം പറയും. പണ്ഡിതന്മാർ തുടങ്ങിയ പ്രത്യേകക്കാർ ധരിക്കുന്ന മേൽവസ്ത്രം, പച്ച മേൽവസ്ത്രം എന്ന് പറയും, ഒല്ലി എന്ന് പറയും ഭാഷാപരമായി തൈലസാനിന്. വെള്ളിയാഴ്ചയിൽ എല്ലാവർക്കും സുന്നത്തുള്ള കാര്യമാണ് വതസയ്യുനു ബി അഹ്സനി സിയാബിഹി, തന്റെ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം കൊണ്ട് അവൻ ഭംഗിയാവൽ. വൽ ബീളു ഔല, ഈ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലത് വെള്ള വസ്ത്രമാണ്. ലിഖബരി ഇൽബസു മിൻ സിയാബിക്കുമുൽ ബയാദ, നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുക. വകഫിനു ഫിഹ മൗതാക്കും, മരണപ്പെട്ടവരെ ഈ വെള്ള വസ്ത്രത്തിൽ നിങ്ങൾ കഫൻ ചെയ്യുകയും ചെയ്യുക. ഈയൊരു ഹദീസാണ് വെള്ളവസ്ത്രമാണ് ഏറ്റവും നല്ലത് എന്നതിന് തെളിവ്. ഫത്ഹുൽ വഹാബ് 91-2, അതുപോലെ ഇഖ്നാഉ 1-184, ഫത്ഹുൽ മുഈനിലും ഇക്കാര്യമുണ്ട്. ഇത് വെള്ളിയാഴ്ചയിൽ എല്ലാവർക്കും സുന്നത്തുള്ള കാര്യമാണ്. വയലിൽ അബിയവ മാ സുബിഗ ഖബ്ല നസ്ജിഹി, വെള്ള വസ്ത്രത്തിനോട് തൊട്ടടുത്ത് വരുന്നത് പിന്നെ നെയ്യുന്നതിന്റെ മുമ്പ് ചായം പൂശപ്പെട്ട വസ്ത്രം. നമ്മളൊക്കെ ശീല എടുത്ത് അടിക്കുമ്പോ ഈ ശീല ഒരു ശീലയായിട്ട് നെയ്തെടുക്കുമ്പോ ആദ്യം നൂല് കളർ മുക്കിയിട്ട് ആ നൂല് കൊണ്ടാണ് നെയ്തതെങ്കിൽ അതാണ് പിന്നെ വെള്ളന്റെ തൊട്ടടുത്ത സ്റ്റേജിൽ വരുന്നത്.
വെള്ള നെയ്തെടുത്ത ശേഷം വെള്ളക്ക് കളർ കൊടുക്കൽ അത്ര ഗുണകരം അല്ല എന്നതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. അന്തക്കൂന ജദീദത്തൻ, മാത്രമല്ല വസ്ത്രം വെള്ളയാവുക, പിന്നെ വെള്ളയോട് തൊട്ടടുത്ത് വരുന്നത് മാസുബിക കബില നസ്ജിഹി എന്ന് പറഞ്ഞതാവുന്നു. അതോടൊപ്പം ഈ വസ്ത്രം വാന്തക്കൂന ജദീദത്തൻ, അത് പുതിയതാവലും സുന്നത്താണ്. അപ്പോ അതിനെ നെയ്തെടുക്കുന്നതിന്റെ മുമ്പ് നൂല് കളർ കൊടുത്തത് എന്നർത്ഥം. അതാണ് മാസുബിക കബില നസ്ജിഹി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൻസൂജൻ, നെയ്ത ശേഷം കളറ് കൊടുത്തതല്ല. വെള്ള വസ്ത്രമായിരുന്നു നെയ്തപ്പോ, പിന്നെ അത് കളറ് കൊടുത്തതാണെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. ഫത്ഹുൽ മുഈന് അതുപോലെ തന്നെ നിഹായ 2340. നെയ്തെടുത്ത ശേഷം കളറ് മുക്കിയതാണെങ്കിൽ അത് കറാഹത്താണ് എന്ന് തുഹ്ഫ 2475 പറഞ്ഞിട്ടുണ്ട്. ഇനി ഉഴുതുള്ള സമയത്ത് വെള്ളം ഒഴിവാക്കാം. കാരണം ഉഴുതുറ് എന്ന് പറഞ്ഞാൽ പോകുന്ന വഴിക്ക് ചേറും ചളിയുമൊക്കെയായി വസ്ത്രത്തിൽ അതാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വെള്ളവസ്ത്രമാകുമ്പോൾ അതിൽ ഈ ചേറും മറ്റൊക്കെ ആയ വല്ലാതെ പ്രയാസപ്പെടും കളർ വസ്ത്രത്തിനെ അപേക്ഷിച്ച്. അത്തരം സാഹചര്യങ്ങളിൽ, അതുപോലെ മഴ വല്ലാതെ കൂടുതലുള്ള സമയമാണ്, അപ്പൊ ഈ വസ്ത്രത്തിൽ ഇങ്ങനെ അഴുക്കാകുമെന്ന് ഭയപ്പെടുന്ന ഘട്ടത്തിൽ വെള്ളം മാറ്റി മറ്റു കളറുകൾ ആവാം എന്ന് പറഞ്ഞാൽ അപ്പൊ വെള്ളയേക്കാൾ നല്ലത് അതായിട്ട് വരും. ഇതാണ് ഉഴുതുറില്ലാത്തപ്പോ എന്ന് തുഹ്ഫയിലൊക്കെ പറഞ്ഞത്. ഇനി ഇവിടെ ചില ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട്, വെള്ളവസ്ത്രം വേറെ സുരക്ഷിതമായി പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമാവുകയും അവിടെ എത്തിയ ശേഷം അവൻ ധരിച്ച ആ കളർ വസ്ത്രം മാറ്റി വെള്ള ധരിക്കാൻ പറ്റുകയും ചെയ്യുമെങ്കിൽ ആ സന്ദർഭത്തിൽ അവിടെ അങ്ങനെ ചെയ്യുകയാണ് വേണ്ടത്. വെള്ളവസ്ത്രം അഴുക്കാവുമെന്ന് ഭയമുണ്ടാവുമ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് വസ്ത്രം പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് ഈ അതുവരെ ധരിച്ചിരുന്ന വസ്ത്രം മാറ്റി വെള്ള ധരിക്കുക. അങ്ങനെ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ വെള്ള വസ്ത്രം ധരിക്കുന്നതിന്റെ പ്രാധാന്യം ഇമാമുകൾ ഉദ്ധരിക്കുകയാണ്. ഖുർദിയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് ഷെർവാനി 2475 ഇപ്രകാരം കാണാൻ കഴിയും. ഒരു ഇമാമാവുമ്പോ വയുസന്നുലിൽ ഇമാമി, ഇമാമിന് സുന്നത്താണ് അൻ യസീദ ഫി ഹുസ്നിൽ ഹൈഅത്തി വൽ ഇമ്മത്തി വൽ ഇർതിദായ്, അവന്റെ ഭംഗിയെ നന്നാക്കുന്നതിൽ അവൻ അധികമാക്കൽ, മറ്റുള്ളവരെ കാണാൻ. വൽ ഇമ്മത്തി, തലേകെട്ടിനെ ഭംഗിയാക്കുന്നതിലും, വൽ ഇർതിദായി, മേൽത്തട്ടം ധരിക്കുന്നതിലും. ചുമരിൽ ഇടുന്നതാണ് ഇർതിദാ. എന്തിനു വേണ്ടി? ലിത്തിബായ്, നബി ചര്യ അങ്ങനെയാണ്. മാത്രല്ല വലി അന്നവു മൻദൂറുൻ ഇലൈഹി, ഇമാം എന്ന് പറയുന്നത് അവനൊരു നോട്ടപ്പുള്ളിയാണ്. ആ ജോലി ചെയ്യുന്ന നാട്ടിലെ അവനിലേക്കാണ് എല്ലാവരുടെയും നോട്ടം. അതുകൊണ്ട് അവൻ
അവന്റെ വസ്ത്രധാരണ എപ്പോഴും ഭംഗിയിൽ ആയിരിക്കണം. ഇമാമാവുമ്പോ അവൻ കറുപ്പിനെ ധരിക്കൽ ഒഴിവാക്കണം. അതാണ് ധരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്. 139 മുഅ്നി 1565. വയുസന്നു ലിൽ ഖത്തീബി, ഒരു ഖത്തീബിന് സുന്നത്താണ് അൻ യുബാലിഗ ഫീ ഹുസ്നിൽ ഹൈഅത്തി വൽ ഇമ്മത്തി വൽ ഇർത്തിദായി, അവന്റെ ഭംഗിയെ നന്നാക്കുന്നതിലും തലേകെട്ടിനെ ഭംഗിയാക്കുന്നതിലും മേൽത്തട്ടം ഭംഗിയിൽ ധരിക്കുന്നതിലുമൊക്കെ കഴിയാവുന്ന വിധം പരിശ്രമിക്കൽ ഖത്തീബിന് സുന്നത്താണ്. വഫീ മൗളിഇൻ മിനൽ ഇഹ്യാഇ, ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, യുക്റഹു ലഹു ലുബ്സുസ് സവാദി ഐ ഹുവ ഖിലാഫുൽ ഔലാ, ഖത്തീബിന് കറുപ്പ് ധരിക്കൽ കറാഹത്താണ് എന്ന് പറഞ്ഞാൽ ഖിലാഫുൽ ഔലയാണ്. മുത്തഖദ്ദിമീങ്ങൾ ഖിലാഫുൽ ഔല എന്ന ഉദ്ദേശത്തിൽ കറാഹത്ത് എന്ന വാക്ക് പ്രയോഗിക്കാറുണ്ട്. അതാണ് തുഴഫ് അങ്ങനെ വിശദീകരിച്ചത്. തുഴഫ് 2475, നുസ്റൽ കരീം 210. വതറുക്കു ലുബ്സു സവാദിൽ ഇമാമി ഔലാ മിൻ ലുബ്സിഹി, നിഹായ മുഗ്നി ഒക്കെ ഉദ്ധരിച്ച ഇബാറത്ത് അങ്ങനെയാണ്. കറുപ്പിനെ ഒഴിവാക്കലാണ് ധരിക്കുന്നതിനേക്കാണ് ഇമാമിനിക്ക് നല്ലത്. അപ്പോ വെള്ളിയാഴ്ച ദിവസത്തിൽ ഖത്തീബ് പരമാവധി വെള്ള വസ്ത്രം ധരിക്കാൻ ശ്രമിക്കണം. അവൻ കോട്ട്, കറുത്ത കോട്ട് പോലെയുള്ളതൊന്നും ധരിക്കരുത്. അത് ഖിലാഫുൽ ഔലയാണ്. ഏത് കളർ ധരിക്കലും പൊതുവെ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒഴിവാക്കുകയാണ് വേണ്ടത്. കളർ വസ്ത്രങ്ങളിൽ ഏതൊക്കെ കളറുകൾ ഒരാൾക്ക് ധരിക്കാം, ഏതൊക്കെ ഒഴിവാക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ചില സഹാബികളൊക്കെ കറുപ്പ് തലയെക്കെട്ട് അതുപോലെ തന്നെ കറുപ്പ് വസ്ത്രം എന്നിവ ധരിച്ചിരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ച് തുഹ്ഫയിൽ കാണാൻ പറ്റും. ഖുൽതു ഹാദിഹി കുല്ലുഹാ വഖാഇഉ ഫിഅലിയത്തുൻ മുഹ്തമിലത്തുൻ, ഇതൊക്കെ ചില പ്രവൃത്തിപരമായ സംഭവങ്ങളാണ്. അത് പലതിനും സാധ്യതയുള്ള സംഭവങ്ങളാണ് ഇങ്ങനെ ധരിച്ചതൊക്കെ. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി തങ്ങൾ കൽപ്പിച്ചിട്ടുള്ളത് വെള്ളിയാഴ്ചയിൽ വെള്ളവസ്ത്രം ധരിക്കണം എന്നതാണ്. അപ്പൊ ഫഖുദ്ദിമൽ ഖൗലു, റസൂലുള്ളാഹിന്റെ വാക്കിനെ മുന്തിക്കപ്പെടണം. വഹുവൽ അംറു ബിലുബ്സി ബയാദി, അതെന്താണ്? വാക്കെന്താണ്? വെള്ളയെ ധരിക്കൽ കൊണ്ടുള്ള കൽപ്പനയാണ്. എന്തിനേക്കാൾ? അലൈഹ, ഈ സംഭവങ്ങളെക്കാൾ. ഈ കറുപ്പോ അതല്ലെങ്കിൽ മറ്റു വസ്ത്രങ്ങളോ ധരിച്ച ചില സന്ദർഭങ്ങൾ, അതിനേക്കാണ് മുന്തിക്കേണ്ടത്. റസൂലുള്ള കൽപ്പിച്ച കൽപ്പനയാണ്. അലാ അന്നഹു ലൈസ ഫിഹാ ലുബ്സു യൗമൽ ജുമുഅത്തി, റസൂലുള്ള കറുപ്പ് വസ്ത്രം ധരിച്ചു എന്നൊക്കെ പറഞ്ഞാൽ വെള്ളിയാഴ്ച ധരിച്ചു എന്നതിലില്ല. ബൽ ഫീ നഹ്വിൽ ഹർബി, അത് യുദ്ധം പോലത്തെ ചില ഘട്ടങ്ങളിൽ ധരിച്ചു എന്നാണ് ഉള്ളത്. കാരണം അന്നഹു അർഹബു, അവിടെ ഈ കറുപ്പൊക്കെ കൂടുതൽ ശത്രുവിനെ ഭയപ്പെടുത്തും യുദ്ധക്കാവുമ്പോൾ. അപ്പൊ അത്തരം ചില നേട്ടങ്ങളും ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടായിരിക്കാം അങ്ങനെ ചെയ്തത്. അപ്പൊ അത് വെച്ചുകൊണ്ട് നമുക്ക് കറുപ്പ് ധരിക്കൽ നന്നു എന്നൊന്നും പറയാൻ വയ്യ. അതൊക്കെ ചില സംഭവങ്ങൾ ആസ്പദമായി വന്നു പോയതാണ്. അതിനെ പലതും തെളിവ് ചെയ്യാൻ സാധ്യതയുള്ളതാണ്. അതിനേക്കാളൊക്കെ മുന്തിക്കേണ്ടത് വെള്ള വസ്ത്രം ധരിക്കണം എന്ന റസൂലുള്ളാഹിന്റെ കൽപ്പനക്കാണ്. പെരുന്നാൾ ദിവസമാകുമ്പോ അവിടെ വെള്ള വസ്ത്രത്തിനല്ല
കൂടുതൽ മുൻഗണന നൽകേണ്ടത്. തസയ്യുനു പെരുന്നാൾ ദിവസത്തിൽ ഭംഗിയാവണം എന്ന് പറഞ്ഞിട്ട് കൽ ജുമുഅത്തി വെള്ളിയാഴ്ച ദിവസം പോലെ തന്നെ വൽ ഔല വെള്ളിയാഴ്ചയേക്കാൾ ഏറ്റവും ഭംഗിയാവാൻ നല്ല തരപ്പെട്ടതാണ് പെരുന്നാൾ ദിവസം. കാരണം ലിഅന്നഹു യൗമു സീനത്തിൻ, പെരുന്നാൾ എന്ന് പറയുന്നത് ഭംഗിയുടെ ദിവസമാണ്. അപ്പൊ ഈ പെരുന്നാളിന്റെ അവിടെ വെറും ജമീഉ മാമറ സമ്മ ജുമുഅന്റെ അവിടെ കഴിഞ്ഞു പോയ മുഴുവൻ കാര്യങ്ങളും ഭംഗി ആവാൻ ആവശ്യമായത് എന്തൊക്കെ വെള്ളിയാഴ്ചയുടെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഇവിടെയും വെറും ഇല്ലാ ഫി ഗൈരി അബിയള, വെള്ളവസ്ത്രം അല്ലാത്ത വിഷയത്തിൽ, വെള്ളവസ്ത്രം അല്ലാത്തതിൽ. അറുഫ മിന്നു, ഈ വെള്ളയേക്കാൾ ഉയർന്നതാണ് ഖീമത്തൻ വിലയാൽ. അപ്പൊ വെള്ളയേക്കാൾ വിലയിൽ ഉയർന്നു നിൽക്കുന്ന വെള്ള അല്ലാത്ത വസ്ത്രം ഉണ്ടെങ്കിൽ പെരുന്നാൾക്ക് അതാണ് ധരിക്കേണ്ടത്. ഇന്നഹുൽ അഫ്ളലു ഹുന, പെരുന്നാളിന്റെ അവിടെ അതാണ് അഫ്ളല്. തുഹ്ഫ ഈ സലാത്തുൽ ഈദൈനിന്റെ അധ്യായത്തിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പെരുന്നാളിന്റെ അവിടെ ഇങ്ങനെ വെള്ളവസ്ത്രത്തിനേക്കാൾ മുന്തിയത് വെള്ളയല്ലാത്തതാണെങ്കിൽ അതാണ് ധരിക്കേണ്ടത്. യുസന്നു തസയ്യുനു ബിമാ മറ ബിൽ ജുമുഅത്തി, പെരുന്നാൾ ദിവസം വെള്ളിയാഴ്ചയിൽ പറഞ്ഞു പോയ കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതുകൊണ്ടൊക്കെ ഭംഗിയാവൽ സുന്നത്താണ്. മിൻഹു ലുബുസു അഹ്സനി മാ ഇൻദഹു, അതിൽപ്പെട്ടതാണ് തൻ്റെ അടുക്കൽ ഉള്ളതിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ളത് ധരിക്കണം എന്നുള്ളത്. വല്ലൗല അൽ ബയാദു, അപ്പോ ഏറ്റവും നല്ലത് വെള്ളയുമാണ്. ഇല്ലാ യകൂന ഗൈറുഹു അഹ്സന, വെള്ളയല്ലാത്തതാണ് കൂടുതൽ ഭംഗിയുള്ളത് ഏറ്റവും നല്ലത് എങ്കിൽ ഫഹുവ അഫ്ളൽ, അപ്പൊ അതാണ് അഫ്ളൽ പെരുന്നാൾ ദിവസം. ഫാറഖ നദുബൽ ബയാദി ഫിൽ ജുമുഅത്തി മുത്തലഖൻ, ഈ പെരുന്നാൾ ദിവസം ഈ വെള്ളയല്ലാത്തതാണ് നല്ലതെങ്കിൽ വെള്ളയല്ലാത്തതാണ് ധരിക്കേണ്ടത് എന്ന് പറഞ്ഞത് വേർപിരിഞ്ഞു. നദുബൽ ബയാദി ഫിൽ ജുമുഅത്തി, വെള്ളിയാഴ്ച വെള്ളയാണ് എങ്ങനെയാണെങ്കിലും സുന്നത്ത്. മുത്തലഖൻ അവിടെ നല്ലതാ, അതിനേക്കാൾ നല്ലതുണ്ടെങ്കിൽ പോലും വെള്ളയാണ് വേണ്ടത്. ലിഅന്നൽ ഖസ്ദ ഹുന, പെരുന്നാളിന്റെ അവിടെ ഉദ്ദേശം ഇദ്ഹാറു നിഅമി, ഓരോ അനുഗ്രഹങ്ങളെ പ്രകടമാക്കലാണ്. വസമ്മ ജുമുഅന്റെ അവിടെ ഇദ്ഹാറു തവാളുഇ, താഴ്മയെ പ്രകടമാക്കലുമാണ് ഉദ്ദേശം. ശർഹു ബാഫിൽ 286. വയുസന്നു ഫീ കുല്ലി മിനൽ ഈദൈനി അത്തനദ്ദുഫു വത്തതയ്യുബ്, രണ്ടു പെരുന്നാളിലും സുന്നത്താണ് വൃത്തിയാവലും സുഗന്ധം ഉപയോഗിക്കലും. വത്തസയ്യുനു ബിഅഹ്സനി സിയാബി, ഏറ്റവും ഭംഗിയുള്ള നല്ല വസ്ത്രം കൊണ്ട് ഭംഗിയാകലും. വഅഫ്ളലുഹൽ ബീദു, അവയിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ളയാണ്. ഇല്ലാ യകൂന ഗൈറുഹ അഗ്ല, വെള്ളയല്ലാത്തതാണ് ഏറ്റവും വില കൂടിയത് എങ്കിൽ ഒഴികെ ഫഹുവ അഫ്ളലു മിന്ന, അപ്പോ ആ വില കൂടിയതാണ് മുന്തിയതാണ് വെള്ളയേക്കാൾ അഫ്ളല്. വലൗ വാഫഖൽ ഈദു അൽ ജുമുഅത, പെരുന്നാൾ ദിവസം ജുമുഅയോട് അങ്ങനെ യോജിച്ചു വന്നാലും ശരി അവിടെ വെള്ളയല്ലാത്തതാണ് മുന്തിയത്, വെള്ളയല്ലാത്തതാവുമ്പോൾ അതാണ് നല്ലത്. ലിഅന്നൽ മഖ്സൂദ ഹുന ഇദ്ഹാറു നിഅമത്തി, ഇവിടെ ഉദ്ദേശം നിഅമത്തിനെ പ്രകടമാക്കലാണ്. എന്നാൽ ലാക്കിൻ ഫിൽ ബുജൈരിമി അലൽ മൻഹജ്, ശറഹുൽ മൻഹജിന്റെ ഹാഷിയ ബുജൈരിമിയിൽ അന്നഹു യൽബസുൽ അബിയള ഇൻദൽ ഹുദൂരി ഇലൽ ജുമുഅത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. പെരുന്നാൾ ദിവസവും വെള്ളിയാഴ്ചയും ഒരു ദിവസമായാല് ജുമുഅക്ക് ഹാജറാകുമ്പോ വെള്ള ധരിക്കൽ വേണം, അതാണ് വേണ്ടത്. ഇത്
ഷർവാനിയും ഉദ്ധരിച്ചിട്ടുണ്ട്. വലൗ വാഫഖല്ലദി യൗമൽ ജുമുഅത്തി ഫലാ യബുദു അൻ യകൂനൽ അഫ്ളലു ലുബ്സ ഹസനി സിയാബി. പെരുന്നാളും വെള്ളിയാഴ്ചയും യോജിച്ചു വന്നാൽ ഏറ്റവും ഭംഗിയുള്ള വസ്ത്രം ധരിക്കുക, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ഇല്ലാ ഇന്ദ ഹുളൂലിൽ ജുമുഅത്തി, ജുമുഅക്ക് ഹാജരാകുമ്പോൾ ഒഴികെ. ഫൽ അബിയദു, അപ്പൊ അവിടെ വെള്ളയാണ് വേണ്ടത്. ഫൽ യതഅമ്മൽ ഐൻഷീൻ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് ഷർവാനി ഈ സലാത്തുൽ ഈദൈനിൽ പറഞ്ഞിട്ടുണ്ട്. ഫതുഹുൽ അലാം 2:11, അതുപോലെ 3:73 പറഞ്ഞിട്ടുണ്ട്. ഫതുഹുൽ അലാമിൽ നെയ്തെടുത്ത ശേഷം കളർ മുക്കിയ വസ്ത്രത്തെ സംബന്ധിച്ചു പറഞ്ഞത് അമ്മാമ സുബിഗ മൻസൂജൻ, നെയ്തെടുക്കപ്പെട്ട ശേഷം കളർ മുക്കിയ വസ്ത്രമാകുമ്പോൾ ഫലുബ്സുഹു ഖിലാഫുൽ ഔല, അതിനെ ധരിക്കൽ ഖിലാഫുൽ ഔലയാണ്. അലൽ മുഅ്തമദി, പ്രബല വീക്ഷണം അനുസരിച്ച്. വഖീല മക്റൂഹുൻ, കറാഹത്താണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ തുഹ്ഫ പറഞ്ഞത് അത് കറാഹത്താണ്. ഫതുഹുൽ അലാം 3:73. ഖാല ഇബ്നു ഹജറിൻ ഫീ തൻബീഹിൽ അഖ്യാർ, ഇബ്നു ഹജർ തങ്ങൾ തന്റെ തൻബീഹുൽ അഖ്യാർ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു, വഖദ് അമറന സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളോട് നബി തങ്ങൾ കൽപ്പിച്ചു, ബിലുബ്സി അജ്വദി മാ നജിദു, ഞങ്ങൾ എത്തിക്കുന്ന ഒന്നിൽ ഏറ്റവും നല്ലത് ധരിക്കണം എന്നതുകൊണ്ട്. വാൻ നതതയ്യബ ബി അജ്വദി മാ നജിദു, ഞങ്ങൾ എത്തിക്കുന്ന ഏറ്റവും മുന്തിയത് കൊണ്ട് സുഗന്ധം പൂശണം എന്നും ഞങ്ങളോട് കൽപ്പിച്ചു. വാൻ നൽബസൽ ബയാവ, വെള്ളയെ ധരിക്കണം എന്നും റസൂലുള്ള കൽപ്പിച്ചു. നഅം ഫി യൗമിൽ ഈദി, പക്ഷേ പെരുന്നാൾ ദിവസം യുഖദ്ദമുൽ അഹ്സനു ഗൈറുൽ അബിയദി അലൽ അബിയദി, വെള്ളയല്ലാത്ത ഏറ്റവും ഭംഗിയുള്ളത് ഉണ്ടാകുമ്പോ അതിനെയാണ് മുന്തിക്കേണ്ടത്. അലൽ അബിയദി ഗൈറുൽ ഹസനി, അഹ്സനല്ലാത്ത ഭംഗിയുള്ളതല്ലാത്ത വെള്ളയേക്കാൾ. ഫയുസന്നു ഫി യൗമിൽ ഈദി തഖ്ദീമുൽ അഖ്വരി അലൽ അബിയദി, അങ്ങനെ വരുമ്പോ വെള്ളയേക്കാൾ മുന്തിയത് വെള്ളയല്ലാത്തതാണെങ്കിൽ അതിനെയാണ് ധരിക്കേണ്ടത്. എങ്കിലും അങ്ങനെ വരുമ്പോ സുന്നത്താണ് പെരുന്നാൾ ദിവസം വെള്ളയേക്കാൾ പച്ചയെ മുന്തിക്കുക. ലാക്കില്ല ഖുസൂസിയത്ത ലിൽ അഖ്ദരി, പക്ഷെ പച്ചക്ക് പ്രത്യേകത ഒന്നും ഇല്ല. ബൽ കുല്ലു ഈ ലൗനിൻ കദാലിക, എല്ലാ നിറവും ഇപ്രകാരം തന്നെയാണ്. പിന്നെ വെള്ളനേക്കാണ് നല്ലതാണെങ്കിൽ അതിനെ വേണ്ടത്. പക്ഷെ പച്ചക്ക് ഒരു പ്രത്യേകത ഉള്ളത്, ഫൈനൽ ഖുദ്റ അഫ്ളലുൽ അൽവാനി ബഅദൽ അബിയദ്, വെള്ളക്ക് ശേഷം നിറങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നിറം പച്ചയാണ് എന്നാണ്. നിഹായത്തുൽ സൈന് 139. അപ്പോ പച്ചയുണ്ടെങ്കിൽ പച്ചയാവാം, അതാ പച്ചയാവലായി ആണ് വെള്ളയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കളർ വസ്ത്രങ്ങളിൽ. മറ്റു കളറിനേക്കാണൊക്കെ വെള്ള കഴിഞ്ഞാൽ പിന്നെ മറ്റു കളറിനേക്കാണൊക്കെ മുന്തിക്കാൻ നല്ലത് പച്ചയാണ്. ചുരുക്കത്തിൽ പെരുന്നാൾ ദിവസം വെള്ളവസ്ത്രം ഏറ്റവും മുന്തിയത് അതാണെങ്കിൽ അത് ധരിക്കുക. അതിനേക്കാൾ മുന്തിയതായി വെള്ളയല്ലാത്ത കളറുണ്ടെങ്കിൽ അത് ധരിക്കുക. അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. കളറുകളിൽ പച്ചയായിരിക്കലാണ് കൂടുതൽ നല്ലത്, കയ്യിലുണ്ടെങ്കിൽ അതാണ് നല്ലത് എന്നും കാണുന്നു. ഏത് കളറും ആവാം, എന്നാൽ ചില കളറുകൾ നിഷിദ്ധമായതുണ്ട്, അത് പറയാം ഇൻഷാ അല്ലാഹ്. വെള്ളിയാഴ്ച ദിവസം ആകുമ്പോ വെള്ളയേക്കാൾ മുന്തിയത് വേറെ ഉണ്ടെങ്കിലും വെള്ളയാണ് നല്ലത്. പെരുന്നാൾ ദിവസവും വെള്ളിയാഴ്ചയും ഒത്തുവരുമ്പോ അവിടെ വെള്ളയേക്കാൾ മുന്തിയതായി
വെള്ളയല്ലാത്ത വസ്ത്രമുണ്ടെങ്കിൽ അതിന് മുൻഗണന കൊടുക്കണം എന്നുമാണ് മുഴക്കുന്നത്. എന്നാൽ ജുമഅക്ക് ഹാജരാകുമ്പോൾ പെരുന്നാൾ ദിവസത്തിലാണെങ്കിൽ പോലും വെള്ള ധരിക്കുക, അതാണ് അവിടെയും അഭികാമ്യം എന്ന് ചില ഇമാമുകൾക്ക് അഭിപ്രായമുണ്ട് ഈ വിഷയത്തിൽ. ഇനി തലയെക്കെട്ട്. വതുസന്നുൽ ഇമാമത്തു ലിസ്സലാത്തി വലിഖസ്തി തജമ്മുലി. നിസ്കാരത്തിന് തലയെക്കെട്ട് സുന്നത്താണ്. അതുപോലെ തന്നെ ഭംഗിയാവലിനെ ഉദ്ദേശിക്കുമ്പോഴും തലയെക്കെട്ട് സുന്നത്താണ്. വയംബഗി ളബ്തു തൂലിഹ വഅർളിഹ ബിമാ യലീഖു ബിലാബിസിഹ ആദതൻ ഫീ സമാനിഹി വമകാനിഹി. തലയെക്കെട്ടിന്റെ നീളവും വീതിയും ഒക്കെ ആ ധരിക്കുന്ന ആളോട് യോജിച്ച നിലക്കാവൽ അത്യാവശ്യമാണ്. ധരിക്കുന്ന ആളോട് യോജിക്കുക എന്ന് പറഞ്ഞാൽ ആദത്തനുസരിച്ചുകൊണ്ട് ഓനെ പോലോത്തവരുടെ ആ പതിവിന്റെ അവസ്ഥ വെച്ചുകൊണ്ട് ഓന്റെ ആ കാലത്തും ഓൻ താമസിക്കുന്ന ആ സ്ഥലത്തൊക്കെ ഓനെ പോലെയുള്ള ആളുകൾ ധരിക്കുന്ന ആ വണ്ണത്തിലും വലിപ്പത്തിലും വീതിയിലൊക്കെ ഉള്ള ഒരു തലയെക്കെട്ട് ആവണം. അപ്പോ ഈ പറഞ്ഞതിനേക്കാളൊക്കെ അധികമാക്കി കഴിഞ്ഞാലോ കുരിഹ, അത് കറാഹത്താണ്. തലകെട്ട് വലുതാവൽ കറാഹത്താണെന്ന് പൊതുവിൽ ഫുഖഹാവ് പറഞ്ഞിട്ടുണ്ട്. അതിനെ ഈ പറഞ്ഞതിന്റെ മേൽ ചുമത്തപ്പെടണം. ഓവൻ താമസിക്കുന്ന കാലത്തിന്റെയും ആ നാടിന്റെയും ഒക്കെ പരിതസ്ഥിതി മനസ്സിലാക്കി ഓനെ പോലെയുള്ള ആളുകൾ ധരിക്കുന്ന തലകെട്ടിന്റെ സ്ഥിതിയൊക്കെ നോക്കി അതിനേക്കാണ വണ്ണത്തിലും വീതിയിലും ഒക്കെ ആണെങ്കിലാണ് കറാഹത്ത്, മൊത്തത്തിലല്ല. വല്ലഫ്ളു ഫീ ലൗനിഹൽ ബയാദ്. തലകെട്ടിന്റെ നിറത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായത് വെള്ള തന്നെയാണ്. വസിഹത്തു ലുബ്സിഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലിഇമാമത്തിൻ സൗദാ. കറുത്ത തലയെക്കെട്ട് ധരിച്ചു എന്നുള്ളതൊക്കെ സഹിഹായി വന്നിട്ടുണ്ട്. അതുപോലെ വേറെയും വഖാഇഉ മുഹ്തമിലത്തുൻ, അത് ചില ഇഹ്തിമാലുകൾക്ക് പറ്റിയ സംഭവങ്ങളാണ്. ഫലാ തുനാഫി ഉമൂമൽ ഖബരി സഹീഹിൽ ആമിറ ബിലുബ്സിൽ ബയാദ്. വെള്ള വസ്ത്രം ധരിക്കണം എന്നുള്ളത് കൊണ്ട് കൽപ്പിക്കുന്ന സഹിഹായ ആ ഹദീസിന്റെ പൊതു ആ പ്രയോഗത്തിനോട് എതിരായി വരുന്നില്ല. മാത്രമല്ല അന്നഹു ഖൈറുൽ അൽവാനി ഫിൽ ഹയാത്തി വൽ മൗത്ത്. വെള്ളം എന്നുള്ളത് ജീവിതകാലത്തും മരണശേഷവുമൊക്കെ നിറങ്ങളിൽ ഏറ്റവും ഉത്തമമായ നിറവുമാണ്. വലാ ബഅസ ബിലുബ്സിൽ ഖലൻസുവത്തിൽ ലാത്തിഅത്തി ബിർറസി. തലയോട് പറ്റിപ്പിടിച്ച തൊപ്പിയെ ധരിക്കൽ കൊണ്ട് വിരോധമൊന്നുമില്ല. വൽ മുർതഫിഅത്തിൽ മുദ്റബത്തി വഗൈരിഹ. ഈ പഞ്ഞി നിറച്ച് ഉയർന്നു നിൽക്കുന്ന ഈ തൊപ്പിയുടെ ഉള്ളിൽ പഞ്ഞ് വെച്ച് അതിങ്ങനെ നിറച്ച് ഉയർന്നു നിൽക്കുന്നുണ്ടാവും. അങ്ങനത്തതും അല്ലാത്തതും ഒക്കെ ധരിക്കുന്നതുകൊണ്ട് വിരോധമില്ല. തഹത്തൽ ഇമാമത്തി ബിലാ ഇമാമത്തി. തലകെട്ടിന്റെ താഴെ ധരിക്കാം, തൊപ്പി വെച്ച് അതിന്റെ മേലെ തലകെട്ട് കെട്ടുക, അതിനും വിരോധമില്ല. വബില ഇമാമത്തിന് തലകെട്ടില്ല, തൊപ്പി മാത്രം ധരിക്കുന്നതിനും തരക്കേടില്ല. 3:36. وتنخرم مروءة فقيه بلبس إمامة سوقي لا تليق به وعكسه. ഒരു ഫഖീഹ്, ഒരു പണ്ഡിതൻ, അവൻ ഈ സാധാരണക്കാരുടെ അങ്ങാടിക്കാരുടെ തലകെട്ട് ധരിക്കുക, അത് ഓന്റെ മാന്യതയെ ഇല്ലാതെയാക്കും. അതുകൊണ്ട് യോജിക്കൂല. ഓനോട് യോജിക്കാത്ത ഒരു തലകെട്ടാണ്. അതിനെ ധരിച്ച മുറുവത്ത് പോകും. ഫത്ഹുൽ മുഈൻ 144. വതഹസുലു സുന്നത്തുൽ ഇമാമത്തി ബിഖലൻസുവത്തിൻ വഗൈരിഹ. തൊപ്പി ധരിച്ചാൽ അതുകൊണ്ട് തലകെട്ടിന്റെ പ്രതിഫലം
സുന്നത്ത് ലഭിക്കുമോ? ബിഗിയ പറയുന്നു വതഹ്സുലു സുന്നത്തുൽ ഇമാമത്തി ബിഖലൻസുവത്തിൻ വഗൈരിഹ. തലകെട്ടിന്റെ സുന്നത്ത് തൊപ്പി കൊണ്ടും തൊപ്പി അല്ലാത്തത് കൊണ്ടും ഒക്കെ കരസ്ഥമാകും. വറദ അന്നഹു കാന സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹദീസിൽ വന്നിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യൽബസു ഖലൻസുവത്തൻ ബൈളാഅ മുളറബത്തുൻ വഖലൻസുവത്ത ബുർദത്തിൻ ഹിബ്റത്തിൻ. റസൂലുള്ളാഹ് വെള്ള തൊപ്പി ധരിക്കാറുണ്ട്. ആ തൊപ്പി പഞ്ഞി നിറക്കപ്പെട്ട തുണിയുടെ ഇതാണ്. അതുപോലെ തന്നെ കറുത്ത കരിമ്പടത്തിന്റെ തൊപ്പിയും അതോടൊപ്പം ഹിബറത്ത് വരയും കുറിയുമുള്ള കറുത്ത കരിമ്പടത്തിന്റെ തൊപ്പിയും റസൂലുള്ളാഹ് ധരിക്കാറുണ്ട്. അതുപോലെ വഖലൻസുവത്തുൻ ദാതു ആദാനിൻ യൽബസുഹാ ഫിസ്സഫരി. യാത്ര സമയത്ത് റസൂലുള്ളാഹ് ഈ ചെവി ഉടയതായ കലൻസുവത്ത്, കാരണം രണ്ടു ഭാഗത്തേക്ക് ചില തൊങ്ങലുകൾ തൂങ്ങിയ തൊപ്പിയും റസൂലുള്ളാഹ് ധരിക്കാറുണ്ട്. റുബ്ബമാ വളഅഹ, ചിലപ്പോ ഈ തൊപ്പിയെ റസൂലുള്ളാഹ് വെക്കും തന്റെ മുന്നിൽ ഇദാ സല്ല, നിസ്കരിക്കുമ്പോൾ. അങ്ങനെയും ഉണ്ടാവാറുണ്ട്. വയൂഖദു മിൻ ദാലിക, ഇതിൽ നിന്നെല്ലാം പിടിച്ചെടുക്കപ്പെടും അന്ന ലുബ്സൽ ഖലൻസുവത്തിൽ ബൈളാഇ, വെള്ള തൊപ്പി ധരിക്കുക എന്നുള്ളത് യുഗ്നി അനിൽ ഇമാമത്തി, അത് തലയെക്കെട്ടിനെ തൊട്ട് ആവശ്യമില്ലാതെയാക്കും. വെള്ള തൊപ്പി ധരിച്ചാൽ തലയെക്കെട്ടിന് പകരമാകും എന്ന് ഇതിൽ നിന്ന് പിടിച്ചെടുക്കാം. വബിഹി, ഈ പറഞ്ഞതുകൊണ്ട് യുതഅയ്യദു മഅതാദഹു ബഅദു മുദ്നിൽ യമനി, യമനിലെ ചില പട്ടണങ്ങളിൽ പതിവുള്ള ഒരു കാര്യം ഇതുകൊണ്ട് ശക്തിപ്പെടുത്തപ്പെടും. അതെന്താ? മിൻ തർക്കിൽ ഇമാമത്തി മിൻ അസ്ലിഹ, ഒരു തലകെട്ട് പറ്റ ഒഴിവാക്കാറുണ്ട്, തൊപ്പി മാത്രം ധരിക്കാം. അപ്പൊ അത് ഈ വെള്ള തൊപ്പി ധരിച്ചാൽ തലകെട്ടിന് പകരമാകും, തലകെട്ടിന്റെ കൂലി ലഭിക്കും എന്നുള്ളത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. 87. ഈ തൊപ്പി ധരിച്ചാൽ അത് കൊണ്ട് തലകെട്ടിന്റെ കൂലി സുന്നത്ത് ലഭിക്കും എന്ന് 87 പറഞ്ഞെങ്കിലും ഫതാവൽ കുബ്രയിൽ അതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞ മറുപടി, ഫഹൈസു ഖീല ബിസ്തിഹ്ബാബിൽ ഇമാമത്തി ഫി സ്വലാത്തി, നിസ്കാരത്തിൽ തലകെട്ട് സുന്നത്താണ് എന്ന് പറയപ്പെടുമ്പോ ഫഹൽ യഖൂമു മഖാമഹാ ഇൻദ അദമിഹാ വുജൂദിഹാ, തലകെട്ട് ഇല്ലാത്തപ്പോഴോ അതല്ലെങ്കിൽ ഉള്ള സമയത്തു തന്നെ ഈ തലകെട്ടിന്റെ സ്ഥാനത്ത് നിൽക്കുമോ ഗൈറുഹ, തലകെട്ടല്ലാത്തത്, മിൻ ഖലൻസുവത്തിൻ തൊപ്പി, ഔ ശിബിഹ, അല്ലെങ്കിൽ തലകെട്ടിനോട് തൊപ്പിയോട് സാദൃശ്യമായത്, മിസ്ലായകൂന ദാലിക മിൻ ജിൽദിൻ, അത് തോലിനാലാകുക, അതുപോലെയുള്ള തോലിനാലുള്ള ചില സാധനങ്ങൾ, വാഹിറുൽ മശ്രിഖി യുസമ്മുന ദാലിക ഖൂദത്തൻ, ഇങ്ങനെ തോലിന്റെ ചില തൊപ്പിയോട് സദൃശമായ ചില സാധനങ്ങൾ, അതിന് ഈ മശ്രിഖിലെ ആളുകൾ പേര് പറയല് ഖൂദത്ത് എന്നാ. പടത്തൊപ്പി, ഹെൽമെറ്റ് എന്നൊക്കെ പറഞ്ഞ മാതിരി. ഹെൽമെറ്റ് ഒക്കെ വെച്ചാല് അതുകൊണ്ട് തലകെട്ടിന്റെ ആ സ്ഥാനത്ത് വരുമോ? ഇപ്പൊ പാള കൊണ്ട് തൊപ്പിണ്ടാക്കി ചിലരൊക്കെ വെക്കാറുണ്ട്. ഈ പാടത്തൊക്കെ പണിയെടുക്കുമ്പോ തല മറക്കാൻ വേണ്ടി പെട്ടെന്നൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്, പറമ്പിലൊക്കെ പണിയെടുക്കുമ്പോൾ. അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വെച്ചാൽ, തൊപ്പിയോട് സദൃശമായതൊക്കെ വെച്ചാൽ
അതുകൊണ്ട് തലകെട്ടിന്റെ സുന്നത്ത് ലഭിക്കുമോ എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ മറുപടി കൊടുത്തു, നഹവുൽ ഖലൻസുവത്തി ലാ തുഹസ്സിലു ഫളീലത്തൽ ഇമാമത്തിൽ മദ്കൂറത്തി. മേൽ പറയപ്പെട്ട തലകെട്ട് അൽ മദ്കൂറത്ത തലകെട്ടിന്റെ മേൽ പറയപ്പെട്ട ശ്രേഷ്ഠതകൾ തൊപ്പി കരസ്ഥമാക്കി തരുകയില്ല, തൊപ്പി ഓരോരുത്തരും. ലി അന്നഹാ തുസമ്മ ഇമാമത്തൻ, തൊപ്പിക്കോ തൊപ്പിയോട് സദൃശമായതോ ആയ സാധനങ്ങൾക്ക് തലകെട്ട് എന്ന് പേര് പറയപ്പെടുകയില്ല. ഫതാവൽ കുബറ 1/169.